ഹായ് എവരിവൺ, വെൽക്കം യു ഓൾ. അപ്പോൾ ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ക്വിസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ടെസ്റ്റ് യൂസർ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ്. ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ടേംസ് ആൻഡ് പോളിസീസ് വരും. ഒരു 3 പേജ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ അടുത്ത പേജ് വന്നിട്ടുണ്ട്. വീണ്ടും നെക്സ്റ്റ് കൊടുത്തു. ഇനി വരുന്ന പോളിസീസൊക്കെ നമ്മൾ എഗ്രി കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ കോഴ്സ് പേജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കോഴ്സ് ചൂസ് ചെയ്തു. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ കോഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ടെസ്റ്റ് പേപ്പർ 1 ക്ലിക്ക് ചെയ്തു. അപ്പോൾ അറ്റംപ്റ്റ്സ് ക്വിസ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒന്നും കൂടി ചോദിക്കും സ്റ്റാർട്ട് അറ്റംപ്റ്റ്. ആ സ്റ്റാർട്ട് അറ്റംപ്റ്റ് ക്ലിക്ക് ചെയ്തു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാനിവിടെ അരമണിക്കൂർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ 1961 ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് പേജ് കൊടുത്തു. അടുത്തത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എൻ്റെ ആൻസർ കമ്പനി ചൂസ് ചെയ്തു. ഫിനിഷ് അറ്റംപ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആൻസർ സേവ് ചെയ്തു. ഒന്നും കൂടി സബ്മിറ്റ് ചെയ്യുകയാണോ എന്നുള്ള ഒന്നും കൂടി ചോദിക്കും. അപ്പോൾ സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ് ഒന്നും കൂടി കൊടുത്തു. സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ്. ഓക്കെ, ഇപ്പോൾ ആൻസർ കാണിക്കുന്നുണ്ട്. 100% ആണ്. 10 out of 10 ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആൻസർ കറക്റ്റ് ആണെങ്കിൽ അത് കറക്റ്റ് ആണെന്ന് കാണിക്കും. നമുക്ക് തെറ്റാണെങ്കിൽ ആൻസർ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീണ്ടും കറക്റ്റ് ആൻസർ ചെയ്താന്ന് കാണിക്കും. ഫിനിഷ് റിവ്യൂ. ഓക്കെ, നമ്മുടെ ഗ്രേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ റീ അറ്റംപ്റ്റ് ക്വിസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.